നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ഈ വർഷത്തെ മാറി സിലബസ് പ്രകാരമുള്ള ട്രയൽസ് ആൻഡ് ട്രയംസ് എന്ന ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ആദ്യ ചാപ്റ്റർ ഗബ്രിയൽ ഗാർസിയ മാർക്കസിന്റെ വിശ്വപ്രസിദ്ധമായ ചെറുകഥ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ ആദ്യ ഭാഗം കണ്ടില്ലെങ്കിൽ ദയവായി ആദ്യ ഭാഗത്തിന്റെ വീഡിയോ ഇവിടെ സ്ക്രീനിന്റെ വലതുഭാഗത്ത് ഈ വട്ടത്തിൽ കാണുന്ന ചെറിയ ഐ ബട്ടണിൽ അമർത്തിയാൽ കാണാൻ കഴിയുന്നതാണ്. അത് കംപ്ലീറ്റ് ആയി കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് കാണാൻ ശ്രമിക്കുമല്ലോ. കാരണം നിങ്ങൾ ക്ലാസ് 10 സ്റ്റുഡൻസ് ആയതിനാൽ ഒരു കഥയോ നോവലോ അല്ലെങ്കിൽ ഒരു ലേഖനമോ വായിക്കുമ്പോൾ അത്യാവശ്യം അതിൻ്റെ ഒരു പശ്ചാത്തലവും ആ ലേഖകനെ പറ്റിയുമൊക്കെ നിർബന്ധമായും ഒരു ബോധ്യം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ആദ്യ ഭാഗ വീഡിയോയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുക. ആ വീഡിയോ കണ്ടവർക്ക് ഈ വീഡിയോ തുടരാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യ ഭാഗത്തിൻ്റെ ഒരു ചെറു വിവരണത്തോടു കൂടി ആരംഭിക്കാം. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന ചെറുകഥയുടെ പശ്ചാത്തലം ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അതിങ്ങനെയാണ്. കഥ നടക്കുന്നത് ഒരു കടലോര ഗ്രാമത്തിലാണ്. നമുക്കറിവുള്ളതുപോലെ തീരദേശം സാധാരണ രീതിയിൽ ഒരു ദരിദ്രപൂർണമായ പ്രദേശമാണ്. അവിടെ കുറേ ദിവസങ്ങളായി ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ പാതയോരങ്ങളിലൊക്കെ ചെളി നിറഞ്ഞു കിടക്കുകയാണ്. കേന്ദ്ര കഥാപാത്രങ്ങളായ പെലായോയും എലിസണ്ടയും താമസിക്കുന്നത് അങ്ങനെയുള്ള ഒരു പാതയോരത്താണ്. അവരുടെ വീട്ടിൻ്റെ ബാക്ക്യാർഡിലാണ് വലിയ ചിറകുകളുള്ള വൃദ്ധനായ മനുഷ്യനെ അവർ കണ്ടെത്തുന്നത്. സാധാരണ എല്ലാ നാട്ടിൻപുറങ്ങളിലെയും പോലെ ഇവിടെയും ഗ്രാമവാസികൾ കാര്യങ്ങളെ അല്പം വിശ്വാസ പാരവശ്യത്തോടെയും വൈകാരികമായും ഒക്കെ അഭിമുഖീകരിക്കുന്നവരാണ്. അവർക്കിടയിലേക്ക് കടന്നു വരുന്ന ചിറകുള്ള ഈ മനുഷ്യനെ അവർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൂതനായി കാണാൻ തുടങ്ങുന്നു. ആ മനുഷ്യന്റെ വരവോടെ പെലായോ എലിസന്ത ദമ്പതികളുടെ കുഞ്ഞിന്റെ അസുഖം ഭേദമായി എന്ന് അവർ വിശ്വസിക്കുന്നു. ഇതൊക്കെ കഥയുടെ മാജിക്കൽ റിയലിസം എന്ന ജോണറിനെ പ്രതിനിധീകരിക്കുന്നു. യാഥാർത്ഥ്യത്തിന്റെയും അത്ഭുതത്തിന്റെയും ഒരു സംയോജനമാണ് ഈ കഥയുടെ പ്രത്യേകത. ഗ്രാമവാസികളെല്ലാം ഈ അത്ഭുത മനുഷ്യനെ കാണാൻ ആ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നു. ഇത് ഒരവസരമായി കണ്ട പെലായോ എലിസന്ത ദമ്പതികൾ പണസമ്പാദനത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. ചുരുക്കത്തിൽ ഒരു സാധാരണ ഗ്രാമത്തിൽ അസാധാരണമായ ഒരു സംഭവത്തെ സമൂഹം എങ്ങനെ കാണുന്നുവെന്നും പ്രതികരിക്കുന്നുവെന്നും കാണിക്കുന്നതാണ് ഈ കഥയുടെ പശ്ചാത്തലം. സോ ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് എ ന്യൂ വീഡിയോ. ദ ഏഞ്ചൽ വാസ് ദ ഓൺലി വൺ who took no part in his own act എന്ന് പറഞ്ഞാൽ ഒരുപാട് അറ്റൻഷൻ ഈ ഏഞ്ചലിന് കിട്ടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇദ്ദേഹത്തെ കാണാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, എലിസൻ്റെയും പെലായോയും ഒരുപാട് പണം സമ്പാദിക്കുന്നുണ്ട്. അവരും ഹാപ്പിയാണ്. വരുന്ന ആൾക്കാർ ഒരുപാട് എക്സൈറ്റഡ് ആണ്. പക്ഷേ ഇതിലൊന്നും യാതൊരു റിയാക്ഷനും ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റും ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും യാതൊരു ബെനഫിറ്റും അല്ലെങ്കിൽ അതിൻ്റെ മെച്ചമോ ഒന്നും കിട്ടാണ്ട് കഴിയുന്നത് ഈ ഏഞ്ചൽ മാത്രമാണ്. അദ്ദേഹം ഒന്നിനോടും റിയാക്ട് ചെയ്യുന്നില്ല. He spent his time trying to get comfortable in his borrowed nest. Borrowed nest എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് he doesn't belong to this place എന്നാണ്. അതായത് a very old man, the angel does not belong to this place. ഇപ്പോൾ ആയിരിക്കുന്നത് ആ ഒരു ചിക്കൻ്റെ കൂട്ടിലാണ്. അല്ലെന്നുണ്ടെങ്കിൽ പെലായോയുടെയും എലിസൻ്റെയും വീട്ടിൽ അവരുടെ കാരുണ്യത്തിൽ കഴിയുകയാണ്. ബട്ട് ഹീ ഈസ് നോട്ട് സപ്പോസ് ടു ബി ദെയർ. ഹീ ഡസ് നോട്ട് ബിലോങ് ടു ദാറ്റ് പ്ലേസ്. അതുകൊണ്ടാണ് ബോറോഡ് നെസ്റ്റ് എന്ന് പറയുന്നത്. വാട്ട് ഹി വാസ് ഡൂയിങ്, ഹീ വാസ് സ്പെൻഡിങ് ടൈം ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബോറോഡ് നെസ്റ്റ്. അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അറ്റ് ഫസ്റ്റ് ദേ ട്രൈ ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോത്ത് ബോൾസ് എന്ന് പറഞ്ഞാൽ ഈ തുണികളുടെ ഇടയിലൊക്കെ ഇടുന്ന ഒരു തരം കെമിക്കൽ ഗുളിക പോലത്തെ സംഭവമാണ്. നമ്മൾ പാറ്റ ഗുളികയൊക്കെ പാറ്റ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടേക്ക് ഇടാറില്ലേ? അതുപോലെ തുണികൾ തിന്നുന്ന, അതായത് തുണികളെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന, തുണികളുടെ ഇടയിൽ വയ്ക്കുന്ന ഒരു തരം കെമിക്കൽ ബോൾ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ആൾക്കാർക്ക് അറിയില്ല ഈ മനുഷ്യൻ എന്താണ് കഴിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് കൊടുക്കേണ്ടത്. ദേ ആർ കൺഫ്യൂസ്ഡ്. അവർ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ജീവിയെ കാണുകയാണ്. അദ്ദേഹത്തെ അവർ ട്രീറ്റ് ചെയ്ത് ഒരു ജീവിയാണ്, അതായത് മനുഷ്യനായിട്ടല്ല, ഒരു ജീവിയായിട്ട്. അപ്പോൾ ഇതാണ് ഈ മോത്ത് ബോൾസ് ആണ് ആദ്യമേ അവർ ആ പുള്ളിക്ക് നമ്മുടെ പുള്ളിക്കാരന് കഴിക്കാനായിട്ട് കൊടുക്കുക. ബട്ട് ഹി ഏറ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മഷ് എന്ന് പറഞ്ഞാൽ വഴുതനങ്ങ.
മഷ് എന്ന് പറഞ്ഞാൽ പേസ്റ്റ് പരുവത്തിലാക്കിയ വഴുതനങ്ങയുടെ ഒരു പേസ്റ്റ് പോലത്തെ സാധനം. അത് മാത്രമാണ് ഏഞ്ചൽ കഴിച്ചു. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീം ടു ബി പേഷ്യൻസ്. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ എന്ന് പറഞ്ഞാൽ പുണ്യം എന്നാണ് മലയാളത്തിൽ പറയുക. അദ്ദേഹത്തിൻ്റെ കഴിവ്, അല്ലെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്ന കഴിവെന്ന് സൂപ്പർ നാച്ചുറൽ, ഇദ്ദേഹത്തെ മാലാഖയായിട്ടാണ്, ഏഞ്ചലായിട്ടാണ് ആൾക്കാർ കണ്ടത്, അതായത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ആൾ. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീം ടു ബി പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ക്ഷമ. ഇത്രയും ആൾക്കാർ അദ്ദേഹത്തെ പല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാഴ്ച ബംഗ്ലാവിൽ കിടക്കുന്ന ഒരു മൃഗത്തെ പോലെ ക്യൂ നിന്ന് പൈസ കൊടുത്ത് കാണാൻ വന്നിട്ട് ഒരുപാട് സ്ട്രേഞ്ച് സാധനങ്ങൾ അദ്ദേഹത്തിന് നേരെ വലിച്ചെറിഞ്ഞിട്ട് ഒക്കെയും വളരെ ക്ഷമയോടുകൂടി അക്ഷമനായിട്ട് അദ്ദേഹം നിലകൊണ്ടു. അതാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ പവർ എന്ന് പറയുന്നത് ക്ഷമ മാത്രമാണ് എന്ന് തോന്നിപ്പോയി. ഹി വാസ് ക്വൈറ്റ് പേഷ്യൻറ്റ് വെൻ ദ ഹെൻസ് പെഗ്ഡ് അറ്റ് ഹിം. അതായത് കോഴിക്കൂട്ടിലാണല്ലോ അദ്ദേഹത്തെ ഇട്ടിരിക്കുന്നത്. കോഴിക്കൂട്ടിൽ ഇട്ടപ്പോൾ ഈ കോഴികൾ വന്ന് അദ്ദേഹത്തെ കൊത്താൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ചിറകിൻ്റെ ഉള്ളിലൊക്കെ ഈ ചെറിയ ജീവികൾ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ അതിനെ തിന്നാൻ വേണ്ടിയിട്ട് കോഴികൾ വന്ന് അദ്ദേഹത്തെ കൂട്ടത്തോടെ വന്ന് കൊത്തിയപ്പോൾ പോലും അദ്ദേഹം വളരെ ക്ഷമയോടുകൂടിയിരുന്നു എന്നാണ് പറയുന്നത്. സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ജീവികൾ, കോഴിപ്പേൻ പോലെ, മൂട്ട പോലെ അല്ല, ചെറിയ, അതായത് ഈ പക്ഷിമൃഗാദികളുടെ ശരീരത്തിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ പാരസൈറ്റ്സ്, പേൻ അതിനാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ഹി വാസ് പേഷ്യൻറ്റ് അഗെയിൻ വെൻ ദ ക്രിപ്പിൾസ് പുൾഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ് ടു ടച്ച് ദെയർ ലിംസ് വിത്ത്. ഇവിടെ കഥാകൃത്ത് പറയുന്നത് ആൾക്കാരുടെ അന്ധവിശ്വാസത്തെയാണ് പല കാര്യത്തിലുമുള്ള. ഈവൻ നിലവിൽ കറൻറ്റ് സിറ്റുവേഷനിൽ പോലും നമുക്ക് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള അന്ധവിശ്വാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം നേരത്തെ പറഞ്ഞിരുന്നു, ഇദ്ദേഹത്തിന് സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിച്ചിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ സുഖമാക്കിയത് ഈ ഏഞ്ചലിൻ്റെ വരവോടുകൂടിയാണ്. ഏഞ്ചലാണ് എന്ന് വിശ്വസിച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ അസുഖബാധിതരായ, നിരാലംബരായ, അതുപോലെ അംഗവൈകല്യം ബാധിച്ച ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തെ, ഈ ഏഞ്ചലിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ക്രിപ്പിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ അംഗവൈകല്യം ബാധിച്ച ആൾക്കാരാണ്. അവരുടെ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ, അല്ലെങ്കിൽ ഈ ഏഞ്ചലിൻ്റെ ഒരു ഫെദർ പറിച്ച് അവരുടെ അംഗവൈകല്യമുള്ള ഭാഗത്ത് തൊട്ട് കഴിഞ്ഞാൽ അത് സുഖപ്പെടും എന്നുള്ള ഒരു അന്ധവിശ്വാസത്തിൽ ദേ ട്രൈ ടു പുൾ ഔട്ട് ഹിസ് ഫെദേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഹി വാസ് പേഷ്യൻ്റ് അഗെയിൻ വെൻ ദ ക്രിപ്പിൾസ് പുൾഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ് ടു ടച്ച് ദെയർ ലിംസ് വിത്ത്. എന്തിനാ? സൗഖ്യം പ്രാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫെദേഴ്സ് പറിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ പോലും അദ്ദേഹം വളരെ ക്ഷമയോടുകൂടിയിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ പവർ എന്ന് പറയുന്നത്. ദ ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീം ടു ബി ഹിസ് പേഷ്യൻസ്. അത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ പവർ എന്ന് തോന്നിയിരുന്നു. ഹീ റിമെയിൻഡ് പേഷ്യൻറ്റ് വെൻ ഈവൻ ദ മോസ്റ്റ് മേഴ്സിഫുൾ ത്രൂ സ്റ്റോൺസ് ഹട്ട് ഹിം. ഇത് വളരെ സക്കാസ്റ്റിക്കലി പറഞ്ഞിരിക്കുന്ന ഒരു സെൻറ്റൻസാണ്. ഹീ റിമെയിൻഡ് പേഷ്യൻറ്റ് വെൻ ഈവൻ ദ മോസ്റ്റ് മേഴ്സിഫുൾ, അതായത് ഏറ്റവും കരുണയുള്ളവർ അദ്ദേഹത്തെ കല്ല് പെറുക്കി എറിഞ്ഞപ്പോൾ പോലും ഹി റിമെയിൻഡ് പേഷ്യൻറ്റ്. ആഫ്റ്റർ ഓൾ they were only trying to get him to rise so that they could see him standing. അപ്പോൾ അവരുടെ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് നിൽക്കുക, അദ്ദേഹത്തെ പിടിച്ച് വലിച്ചപ്പോഴും പുള്ളി ചെയ്തപ്പോഴും കല്ലെറിഞ്ഞപ്പോഴും അല്ലെങ്കിൽ കമ്പിട്ട് കുത്തിയപ്പോഴും ഒക്കെ പല രീതിയിൽ അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാനായിട്ട് ഈ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെയും ഈ ഏഞ്ചൽ ക്ഷമയോടുകൂടിയിരുന്നു. ഈ ആൾക്കാർ വളരെ ദൂരത്തു നിന്ന് വന്നതാണ് ഇദ്ദേഹത്തിൻ്റെ മാജിക്കൽ പവർ കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൽ നിന്ന് ഹീലിംഗ്, സൗഖ്യം ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ അടങ്ങിക്കൂടി കുനിഞ്ഞുകൂടി ഒരു കൂടിൻ്റെ മൂലയ്ക്കിരിക്കുന്നത് കാണാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദേ വർ ട്രൈങ് ടു റൈസ് ഹിം, എണീറ്റൊന്ന് നിൽക്കുന്നതെങ്കിലും കാണാൻ. കാരണം അവർ കാശ് മുടക്കിയിട്ടാണ് വന്നേക്കുന്നത്. ഒരാൾക്ക് 5 സെൻറ്റ് വെച്ച് അഡ്മിഷൻ ഫീ പേ ചെയ്തിട്ടാണ് അവരൊക്കെ വന്നിരിക്കുന്നത്. അപ്പോഴൊക്കെയും വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഈ ഏഞ്ചൽ ആ കൂടിൻ്റെ ഒരു കോർണറിൽ ഒതുങ്ങിക്കൂടിയിരുന്നു. കാണാവുന്ന ആൾക്കാർ അദ്ദേഹത്തെ മിസ്ട്രീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹം എന്തെങ്കിലും ഒരു മാജിക്കലായിട്ടുള്ള, കാരണം സൂപ്പർ നാച്ചുറൽ പവറുള്ള ഒരു ഏഞ്ചൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ നാച്ചുറലായിട്ടുള്ള അമാനുഷികമായ ശക്തിയുള്ള ഒരാളാണ് എന്ന ധാരണ എല്ലാവരുടെയും ഇടയിലുണ്ടായിരുന്നതുകൊണ്ട്
ഇവർ അദ്ദേഹത്തെ കണ്ടിന്യൂസ് ആയിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു. ഒന്നുകിൽ ഇത്രയും വലിയ ചിറകുള്ള ഒരു മനുഷ്യനാണ്, പറക്കുന്നതെങ്കിലും കാണാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ മിസ്ട്രീറ്റ് ചെയ്തുകൊണ്ട് മിസ്ബിഹേവ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ അദ്ദേഹം വളരെ ഒതുങ്ങിക്കൂടി ക്ഷമയോടുകൂടി ഇതെല്ലാം സഹിച്ച് ഇരുന്നു. It so happened that during those days there arrived in the town a travelling show. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഈ ഒരു ടൗണിൽ നടക്കുന്ന ഈ ഒരു സമയത്താണ് മറ്റൊരു ട്രാവലിംഗ് ഷോ ആ സിറ്റിയിലേക്ക് വരികയാണ്. ഒരു കാർണിവലിനോ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലിനോ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, വിറ്റ്നസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സർക്കസ് പോലെ അല്ലെങ്കിൽ നാടക ഗ്രൂപ്പുകൾ പോലെ അവരിങ്ങനെ ട്രാവൽ ചെയ്ത് ഓരോ സിറ്റിയിൽ തമ്പടിച്ച് പരിപാടികൾ നടത്തും. അതുപോലെ ഒരു ട്രാവലിംഗ് ഷോ ഈ നാട്ടിലേക്കും കൂടി വരികയാണ്. The main attraction was a woman who had been changed into a spider by a burst of thunder and lightning. അപ്പോൾ ആ ഷോയുടെ പ്രധാന ആകർഷണം, ദ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പൈഡർ വുമൻ ആയിരുന്നു. സ്പൈഡർ വുമൻ കേട്ടിട്ടുണ്ടോ? സ്പൈഡർമാൻ കേട്ടിട്ടുണ്ടല്ലേ? അതുപോലെ ഒരു സ്പൈഡർ വുമൻ ആയിരുന്നു ആ ഷോയുടെ പ്രധാന ആകർഷണം. അത് അവരെങ്ങനെയാണ് സ്പൈഡർ വുമൻ ആയത്? എ ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, അതായത് ഒരു ഇടിമിന്നലിലൂടെ അവർ സ്പൈഡർ വുമനായിട്ട് മാറി എന്നാണ് പറയുന്നത്. ദ അഡ്മിഷൻ ഫീ ടു സീ ഹർ വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദ ഏഞ്ചൽ. അതായത് നമ്മുടെ ഏഞ്ചലിനെ കാണാൻ എത്രയായിരുന്നു ഫീ? 5 cents ആയിരുന്നു അല്ലേ? 5 cents ദ ഫീ. ഈ ഒരു ട്രാവലിംഗ് ഷോ വന്നപ്പോൾ മെയിൻ അട്രാക്ഷൻ ദ സ്പൈഡർ വുമൻ വാസ് ദ മെയിൻ അട്രാക്ഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഷോയിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ 5 centsനെക്കാട്ടിലും കുറഞ്ഞ പൈസ കൊടുത്താൽ മതിയായിരുന്നു. അപ്പം ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് സംഭവിക്കുന്നത്? അവിടുത്തെ തിരക്ക്, അതായത് ഏഞ്ചലിനെ കാണാനുള്ള തിരക്ക് ഓട്ടോമാറ്റിക്കലി കുറയും. എന്തുകൊണ്ടാണ്? കാരണം നമ്മളെപ്പോഴും ചീപ്പായിട്ടുള്ള, അതായത് ചീപ്പായിട്ട് നമുക്ക് ലഭ്യമാകുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് അത് എന്താ പറയുക, ഒരു ഹ്യൂമൻ നേച്ചറാണ് അത്. എവിടെയാണെങ്കിലും എല്ലായിടത്തും ഒരുപോലെയാണ്. സോ പീപ്പിൾ ചേഞ്ച് ദെയർ മൈൻഡ്. ദ അഡ്മിഷൻ ഫീ ടു സീ ഹർ വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദ ഏഞ്ചൽ. സോ ദ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ഹർ. അതായത് ഫ്ലോക്ഡ് എന്ന് പറയുന്ന പുതിയൊരു വാക്ക് നമ്മളിവിടെ പഠിക്കുകയാണ്. ഫ്ലോക്ഡ് എന്ന് പറഞ്ഞാൽ ഗ്യാദർ ഇൻ ലാർജ് ഗ്രൂപ്പ്. അപ്പോൾ അവിടെ ഒരു ആൾക്കൂട്ടം ഉണ്ടായി എന്ന് പറയുന്നത് ഈ പുതിയ ട്രാവലിംഗ് ഷോ കാണാൻ വേണ്ടിയിട്ട്. നോർമലി, അതായത് അവിടെ റേറ്റ് കുറവായിരുന്നുകൊണ്ട് അവിടെ ആൾക്കാർക്ക് ഏഞ്ചലിനുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടിട്ട് ഈ സ്പൈഡർ വുമനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരു തിരക്ക് രൂപപ്പെടുന്നു. They were also permitted to ask her all manner of questions about her absurd state. Absurd state എന്ന് വെച്ചാൽ അബ്സേർഡ് ആയിട്ടുള്ള അവരുടെ ആ ഒരു സ്ഥിതി, നിലവിലെ സിറ്റുവേഷൻ. അബ്സേർഡ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള അല്ലേ, വളരെ സ്ട്രേഞ്ച് അല്ലേ സ്പൈഡർ വുമൻ എന്ന് പറയുന്ന ഒരു അബ്നോർമൽ. സാധാരണ ജീവിതത്തിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, ജസ്റ്റ് ഇമാജിനറിയാണ്. അപ്പോൾ ഒരു സ്പൈഡറിൻ്റെ ശരീരവും ഒരു സ്ത്രീയുടെ തലയുമുള്ള ഒരു വുമൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു സിറ്റുവേഷനെ പറ്റി ഈ വരുന്ന ആൾക്കാർക്ക് അവരുമായിട്ട് നേരിട്ട് സംവദിക്കാനുള്ള ഒരു പെർമിഷൻ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ ഏഞ്ചലിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഏഞ്ചലിനോട് അവർ പല ക്വസ്റ്റ്യൻസ് ചോദിച്ചു, പല രീതിയിൽ റിയാക്ട് ചെയ്യാൻ നോക്കി. ഒന്നിനോടും പ്രതികരിക്കാതെ ഒരു മൂലയ്ക്ക് ഒഴിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു ഏഞ്ചലിനെയാണ് നമ്മൾ കണ്ടത്. അപ്പം ഓട്ടോമാറ്റിക്കലി ആൾക്കാരുടെ ഇൻട്രസ്റ്റ് മുഴുവൻ ഈ സ്പൈഡർ വുമനിലേക്ക് പോകും. The owners of the house had no reason to lament. Lament എന്ന് പറഞ്ഞാൽ to express sadness എന്നാണ്. അതായത് ദുഃഖിച്ചിരിക്കുക അല്ലെങ്കിൽ വിലപിക്കുക, കരയുക. The owners of the house, ആരാണ് owners of the house? Pelayo and Elisenda. Okay, ഇവിടെ എന്താ പറയുന്നത്? Elisenda and Pelayo had no reasons to cry because they have already earned a handful of money. അല്ലേ? With the money they saved, they built a 2-story mansion with balconies and gardens. അവർ സേവ് ചെയ്ത് വെച്ച ആ പൈസ കൊണ്ട്, ആ കാശ് കൊണ്ട്, അവർ സമ്പാദിച്ച ആ കാശ് കൊണ്ട് അവർ വലിയൊരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു കൊട്ടാരം പോലെ, മാൻഷൻ എന്ന് പറഞ്ഞാൽ ബംഗ്ലാവെന്നോ കൊട്ടാരമെന്നോ എന്ന് പറയാം, ഒരു 2 നിലയുള്ള ഒരു വലിയ വീട് പണിഞ്ഞു വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻസ്. ഇറ്റ് ഓൾസോ ഹാഡ് ഹൈ നെറ്റിംഗ് സോ ദാറ്റ് ക്രാബ്സ് വുഡൻ ഗെറ്റ് ഇൻ during the winter and iron bars on the window so that the angel wouldn't get in. സോ അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? കഥാകൃത്ത് അല്ലെങ്കിൽ ഗബ്രിയേൽ ഗാർഷ്യ മാർക്വസ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് കാശൊക്കെ ഉണ്ടായി, ഇഷ്ടംപോലെ കാശ് അവർ ഏഞ്ചലിനെ വെച്ചിട്ട് അവർ സമ്പാദിച്ചു. പക്ഷേ അറ്റ് ദ എൻഡ്
they are protecting their house from everything like natural things and unnatural അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ തിങ്സ്. അതാണ് ഇവിടെ പറയുന്നത്. സോ ദാറ്റ് ദ ക്രാബ്സ് വുഡൻ ഗെറ്റ് ഇൻ. അതായത് അതൊരു തീരപ്രദേശമാണെന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. വിൻ്റർ സമയമാകുമ്പോഴത്തേക്ക് ക്രാബ്സ്, ഈ ഞണ്ടുകൾ കയറി വരും വീട്ടിലേക്ക്. ഒരു കുഞ്ഞൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവർ എല്ലാ വീടിന് ചുറ്റോട് ചുറ്റും നെറ്റ് വെച്ചിട്ട് അത് ഈ ക്രാബ്സ് അകത്തേക്ക് വരാതെ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. അതുപോലെ അയൺ ബാർസ്, വിൻഡോയ്ക്കൊക്കെ അയൺ ബാർസ് വെച്ചു. എന്തിനാണ്? ഇനിയും ഒരു മാലാഖ കടന്നു കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് പറയുന്നത്, ദേ പ്രൊട്ടക്റ്റഡ് ദ ഹൗസ് ഫ്രം നാച്ചുറൽ ആൻഡ് സൂപ്പർ നാച്ചുറൽ ഇൻട്രൂഷൻ. ഇൻട്രൂഷൻ എന്ന് പറഞ്ഞാൽ കടന്നുകയറ്റം. പെലായോ ഓൾസോ സെറ്റപ്പ് എ റാബിറ്റ് വാറൻ ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ് ആസ് ബെയിലിഫ് ഫോർ ഗുഡ്. പെലായോ ഓൾസോ സെറ്റപ്പ് എ റാബിറ്റ് വാറൻ. റാബിറ്റ് വാറൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മുയലുകളെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്. അത് ആൻഡ് ഹി ഗേവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു. ഗേവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊരു ഫ്രേസാണ്. ഹിസ് ജോബ് ആസ് ബെയിലിഫ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് കാശൊക്കെ അല്ലേ, അവർ ലക്ഷറീസ് ആയിട്ടുള്ള ലൈഫ് ജീവിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ജോലി അദ്ദേഹം കളഞ്ഞു. ആവശ്യത്തിൽ അധികം പണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ജോലി കളഞ്ഞിട്ട് അദ്ദേഹം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. റാബിറ്റിനെ വളർത്താനുള്ളൊരു കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എലിസൻഡ ബോട്ട് സം സേറ്റിൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെനി ഡ്രസ് ഓഫ് ഇറിഡസെൻറ്റ് സിൽക്ക്. എന്ന് പറഞ്ഞാൽ ഒരു വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ജീവിക്കാനായിട്ട് തുടങ്ങുകയാണ്. എലിസൻഡ ബോട്ട് സം സേറ്റിൻ പംപ്സ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ടുള്ള ഹൈ ഹീൽഡ് ആയിട്ടുള്ള അതായത് ഈ പാർട്ടി വെയറിലൊക്കെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ആഡംബരമായിട്ടുള്ള ഷൂ, അതിനാണ് സേറ്റിൻ പംപ്സ് എന്ന് പറയുന്നത്. വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡസെൻറ്റ് സിൽക്ക്. ഇറിഡസെൻറ്റ് സിൽക്ക് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ആൻഡ് ഷൈനിങ് എന്നാണ് ഇറിഡസെൻറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. In short, they started living an extraordinary അല്ലെങ്കിൽ extravagant life. The chicken coop was the only thing that didn't receive any attention. ഇതൊക്കെ ഇത്രയേറെ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായിട്ടും വീട് പുതുക്കി പണിഞ്ഞു, വലിയ കൊട്ടാരം പോലത്തെ വീട് പണിഞ്ഞു. പിന്നെ അതുപോലെ വീടിന് ചുറ്റും നെറ്റ് കെട്ടി, അയൺ ബാർസ് വെച്ചു, വലിയ ആഡംബരമായിട്ടുള്ള വസ്ത്രങ്ങൾ വാങ്ങി, ഷൂ വാങ്ങി, എല്ലാ വിധത്തിലും ഒരു ലക്ഷൂറിയസ് ലൈഫ് ജീവിക്കാൻ തുടങ്ങിയെങ്കിലും ആ വീട്ടിൽ ഒരു അറ്റൻഷനും കിട്ടാണ്ട്, ഒരു മാറ്റവും ഇല്ലാണ്ട് കിടന്നിരുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഏഞ്ചലിനെ കിടത്തിയിരുന്ന ചിക്കൻ കൂപ്പ്. അത് മാത്രം അതേപടി അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ് കഥാകൃത്ത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ? നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ ഭാഗ്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും വഴി നമുക്ക് ഉണ്ടാവാറുണ്ട്. ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു ലൈഫ് ജീവിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി കഴിയുമ്പോൾ, നമ്മൾ പതുക്കെ അവരെ മറന്ന് ജീവിക്കാനായിട്ട് തുടങ്ങും. ആ ഒരു മനുഷ്യൻ്റെ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയാണ് കഥാകൃത്ത് ഈ ഒരു സിറ്റുവേഷനിലൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. The chicken coop was the only thing that didn't receive any attention. അതായത് ഈ ഫോർച്യൂണൊക്കെയും അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആ ഒരു മനുഷ്യൻ താമസിച്ചിരുന്ന, അല്ലെങ്കിൽ അതിനെ കിടത്തിയിരുന്ന ആ ഒരു സ്ഥലം, അത് അങ്ങനെ തന്നെ, അതായത് ഒരു മാറ്റവുമില്ലാണ്ട് വൃത്തികേടായിട്ട് അവിടെ കിടന്നിരുന്നു. That means they completely ignored the angel. The dung heap stench from the coop was turning the new house into an old one. എന്ന് പറഞ്ഞാൽ ഡങ് ഹീപ്പ് സ്റ്റെഞ്ച് എന്ന് പറഞ്ഞാൽ, സ്റ്റെഞ്ച് എന്ന് പറഞ്ഞാൽ സ്റ്റിങ്കിങ് അല്ലെങ്കിൽ നാറുന്ന സ്മെല്ലി ആയിട്ടുള്ള എന്താണ് സ്റ്റെഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡങ് ഹീപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ അത് ആ മനുഷ്യനെ കിടത്തിയിരുന്നത് ഒരു കോഴിക്കൂട്ടിലാണ്. അപ്പോൾ ആ ഒരു കോഴിക്കാഷ്ടത്തിൻ്റെ വലിയൊരു കൂമ്പാരം അവിടെയുണ്ട്. ആ ഒരു കോഴിക്കാഷ്ടത്തിൻ്റെ കൂമ്പാരം, അതിൻ്റെ സ്മെല്ല് ഇത്ര വലിയ ആഡംബര ജീവിതം നയിക്കുമ്പോഴും, അല്ലെങ്കിൽ ഇത്ര വലിയ കൊട്ടാരം ഉണ്ടാക്കിയപ്പോഴും ആ വീടിനെ ഒരു പഴയ വീട് പോലെ തോന്നിപ്പിച്ചു. At first, when the child learned to walk, they were careful that he did not get too close to the coop. എലിസൻ്റെയും പെലായോയുടെയും കുഞ്ഞിനെ പറ്റി നമ്മൾ ആദ്യമേ മെൻഷൻ ചെയ്തിരുന്നു അല്ലേ. അത് സിക്കായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ അത് പതുക്കെ വളരുകയാണ്. ആ കുഞ്ഞ് നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ അത് ഒരിക്കലും ആ ഒരു ചിക്കൻ കൂപ്പിനടുത്തേക്ക് പോകാതിരിക്കാൻ എലിസൻ്റെയും പെലായോയും വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ പതുക്കെ അവർ അതിനെ മറന്നു. But then they began to lose their fears and got used to the smell.
അതായത് ആ ഒരു സ്മെല്ലുമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ദ ഡങ് ഹീപ്പ് സ്റ്റെൻച്ച് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു കോഴി കാഷ്ടത്തിൻ്റെ മണം, അതുമായിട്ട് അവർ പതുക്കെ ഒക്കെ അവർ യൂസ്ഡ് ടു ആയി. അവർക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയില്ല. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത്, ആ കുഞ്ഞിന് രണ്ടാമത്തെ പല്ല് വരുന്നതിന് മുന്നേ തന്നെ ഹി ഹാഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ. ആ കുഞ്ഞ് കളിക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി. ആസ് ദ വയേഴ്സ് വെയർ ഫോളിങ് അപ്പാർട്ട്. അപ്പോൾ ഈ ചിക്കൻ കൂപ്പ് യാതൊരു അറ്റൻഷനും കിട്ടാണ്ട് അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിരുന്നുകൊണ്ട് ഇതിന് ഈസി ആയിട്ട് അതിനകത്തേക്ക് കയറാനായിട്ട് പറ്റി. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ചിക്കൻ പോക്സ് അറ്റ് ദ സെയിം ടൈം. എന്ന് പറഞ്ഞാൽ ആരാണ് രണ്ടാമത്തെ ആൾ? ദേ ബോത്ത്, കുഞ്ഞിനകത്തേക്ക് പോയി. ഓക്കെ, ആരാണ് രണ്ടാമത്തെ ആൾ? യെസ്, ദ ഏഞ്ചൽ. ബോത്ത് ഓഫ് ദം ഗോട്ട് ചിക്കൻ പോക്സ്. അപ്പോൾ കുഞ്ഞിനെ ചികിത്സിക്കാനായിട്ട് ഡോക്ടർ വരുന്നുണ്ട്. ദ ഡോക്ടർ who take care of the child couldn't resist the temptation to listen to the angel's heart. അപ്പോൾ അവരുടെ ഫാമിലി ഡോക്ടറാണ് കുഞ്ഞിനെ ചികിത്സിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ആ മനുഷ്യൻ, അതായത് ആ ഏഞ്ചലിനെ കണ്ടിട്ട് അദ്ദേഹത്തെ കൂടി പരിശോധിക്കാതെ പോകാനായിട്ട് മനസ്സ് വരുന്നില്ല. He found so much whistling in the heart and so many sounds in the kidneys. അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പും ഹൃദയത്തിൻ്റെ വിസ്ലിംഗ് സൗണ്ടും അതുപോലെ അദ്ദേഹത്തിൻ്റെ കിഡ്നിയുടെ ശബ്ദവും ഒക്കെ ആ ഡോക്ടർക്ക് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് ഹൗവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. അതൊക്കെ ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു സാധാരണ മനുഷ്യൻ്റെ ഫിസിയോളജി പോലെ തന്നെ ആ ഡോക്ടർക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്ത കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ വിങ്സാണ്. അതെങ്ങനെ വന്നു എന്ന് അദ്ദേഹം സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. ദേ സീം സോ നാച്ചുറൽ ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹ്യൂമൻ ഓർഗാനിസത്തിൽ ആ വിങ്സ് വളരെ ഓർഗാനിക്കലി, അതായത് വളരെ നാച്ചുറലായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഫിസിയോളജി, ബയോളജിക്കലി എല്ലാം അതേപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ. പക്ഷേ ആ വിങ്സിൻ്റെ ലോജിക്ക് മാത്രം അദ്ദേഹത്തിന് പിടികിട്ടുന്നില്ല. പക്ഷേ അതൊരു അൺനാച്ചുറലായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നുമില്ല. He couldn't understand why other people did not have them too. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള മനുഷ്യർക്ക് എന്തുകൊണ്ട് ഈ ഒരു വിങ്സ് ഇല്ല എന്ന് അദ്ദേഹം ചിന്തിച്ചു പോവുകയാണ്. When the child began school, the sun and the rain had caused the collapse of the chicken coop. കാലം ഇങ്ങനെ പലത് കടന്നു പോവുകയാണ്. ഓക്കെ, ആ കുഞ്ഞ് വളർന്ന് വലുതായിട്ട് സ്കൂളിൽ പോകാനായിട്ട് തുടങ്ങി. അപ്പോഴും ഈ ചിക്കൻ കൂപ്പ് അവിടെ തന്നെയുണ്ട്. യാതൊരു അറ്റൻഷനും കിട്ടാണ്ട്, യാതൊരു റിപ്പയറിങ് ചെയ്യാണ്ട്, ഈ വെയിലും മഴയും ഒക്കെ ആയിട്ട് ഈ ചിക്കൻ കൂപ്പ് അങ്ങനെ കിടക്കുകയാണ് അവിടെ തന്നെ, യാതൊരു അറ്റൻഷനും കിട്ടാണ്ട്. അപ്പം ഈ കാലാന്തരത്തിൽ അത് പൊട്ടിപ്പൊളിഞ്ഞ് ആ ചിക്കൻ കൂപ്പ് തകർന്നു പോവുകയാണ്. ദ ഏഞ്ചൽ വെൻ ഡ്രാഗിങ് ഹിംസെൽഫ് അബൌട്ട് ഹിയർ ആൻഡ് ദെയർ ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ. ഒരു തെരുവിൽ അലഞ്ഞ് നടക്കുന്ന മനുഷ്യനെ പോലെ ഈ ഏഞ്ചൽ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഹീ സീം ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് സെയിം ടൈം. അപ്പോൾ അതാണ് വളരെ സൂപ്പർ നാച്ചുറലായിട്ട് പിന്നീട് തോന്നുന്ന ഒരു കാര്യം. നമ്മൾ അങ്ങനെയുള്ള മനുഷ്യരുടെ ഒരു വാക്ക് പറയും മലയാളത്തിൽ, അല്ലേ? കുമ്പിടിയാണ്. അതായത് ഒരേ ആളെ ഒരേ സമയം പല സ്ഥലത്ത് കാണുമ്പോൾ നമ്മൾ കുമ്പിടിയാണോ എന്നൊക്കെ നമ്മൾ വളരെ തമാശ രൂപേണ പറയാറുണ്ട്. അപ്പോൾ അതുപോലൊരു സംഭവമാണ് അവിടെ നടക്കുന്നത്. ഈ മനുഷ്യന് ഇഴഞ്ഞിഴഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നത് കാണാറുണ്ട്. പക്ഷേ ഒരേ സമയം തന്നെ പല സ്ഥലത്ത് ഈ മനുഷ്യനെ കാണാനായിട്ട് തുടങ്ങിയ ആൾക്കാർ. ഹീ കുഡ് സ്കേഴ്സ്ലി ഈറ്റ്. സ്കേഴ്സ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കേഴ്സ്ലി എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ട്, വളരെ വിരളമായിട്ട് മാത്രമേ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ എന്നാണ് അർത്ഥം. ആൻഡ് ഹിസ് ഐസ് ഹാഡ് ഓൾസോ ബിക്കം സോ ഫോഗി. അയാളുടെ കണ്ണുകളൊക്കെ അങ്ങ് മങ്ങി തുടങ്ങിയിരുന്നു. ദാറ്റ് ഹീ വെൻ്റ് അബൌട്ട് ബംപിങ് ഇൻ ടു പോസ്. ഓക്കെ, അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നടക്കുന്ന വഴിക്ക് കണ്ണൊന്നും കാണാൻ പറ്റാണ്ട് പല ബംപിങ് എന്ന് പറഞ്ഞാൽ ഇടിക്കുക എന്നാണ്. അപ്പം പോകുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് പോസ്റ്റിലും പോളിലൊക്കെ ചെന്നിട്ട് ഇടിക്കാനായിട്ട് തുടങ്ങി. ഇതൊക്കെ കണ്ടിട്ട് പെലായോയ്ക്ക് ഫൈനലി ഒരു കൈൻഡ്നെസ്, ഒരു അനുകമ്പ അദ്ദേഹത്തോട് തോന്നുകയാണ്. പെലായോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. പെലായോ എന്ത് ചെയ്യുകയാണ്? പെലായോ ഒരു ബ്ലാങ്കറ്റ് അദ്ദേഹത്തിന് എറിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഷെഡിൽ അദ്ദേഹത്തെ ഉറങ്ങാനായിട്ട് അനുവദിക്കുകയാണ്. ഓൺലി ദെൻ ഡിഡ് ദ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. അപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലായത്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് നല്ല ചൂടുണ്ട് രാത്രി സമയത്ത്, അദ്ദേഹത്തെ നല്ലവണ്ണം പനിക്കുന്നുണ്ട്. ദേ ബിക്കെയിം അലാംഡ് എന്ന് വെച്ചാൽ ദേ ഗോട്ട് സ്കേർഡ് ഓർ ദേ ഗോട്ട് വറീഡ്. അവരെന്ത് വിചാരിച്ചു? അവർ കരുതി ഈ മനുഷ്യൻ മരിക്കാൻ പോവുകയാണെന്ന്. ആൻഡ് യെറ്റ് ഹി നോട്ട് ഓൺലി സർവൈവ്ഡ് ഹിസ് വേഴ്സ്റ്റ് വിൻ്റർ but seemed improved
with the first sunny days. പക്ഷേ എന്താ സംഭവിച്ചത്? ആ വേഴ്സ്റ്റായിട്ടുള്ള വിൻ്റർ അദ്ദേഹം അതിജീവിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ആവുകയും കൂടി ചെയ്തു. അതായത് when the sun came out in the early spring, he actually looked better and healthier. അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ആയി എന്നാണ് പറയുന്നത്. He remained motionless for several days in the farthest corner of the courtyard. അദ്ദേഹം അനക്കമില്ലാതെ കുറേ ദിവസം the farthest corner of the courtyard, നടുമുറ്റത്തിൻ്റെ അങ്ങേയറ്റത്തെ മൂലയ്ക്ക് കുറേ ദിവസം അനക്കമില്ലാണ്ട് അദ്ദേഹം ഇരുന്നു. At the beginning of December, some large stiff feathers began to grow on his wings. ആ ഡിസംബർ മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചിറകുകളിൽ തൂവലുകൾ കിളിക്കാൻ തുടങ്ങി. അതെങ്ങനത്തതായിരുന്നു എന്നാണ് പറയുന്നത്? ലാർജ് ആൻഡ് സ്റ്റിഫ്, വളരെ വലുതും നല്ല സ്റ്റിഫായിട്ട് നല്ല കട്ടിയുള്ളതുമായിട്ടുള്ള ഫെതേഴ്സ് വരാനായിട്ട് തുടങ്ങി. ദേ ലുക്ക് ലൈക്ക് ദ ഫെതേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ. സ്കെയർ ക്രോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സ്കെയർ ക്രോ എന്ന് പറഞ്ഞാൽ ഈ പാടത്തൊക്കെ നോക്കുകുത്തികൾ നമ്മൾ കണ്ടിട്ടില്ലേ, അതിനാണ് സ്കെയർ ക്രോ എന്ന് പറയുന്നത്. ഈ പക്ഷികളൊക്കെ ഓടിക്കാനായിട്ട് പേടിപ്പിക്കാനായിട്ട് വെക്കുന്ന സാധനം, അതാണ് സ്കെയർ ക്രോ. അപ്പോൾ അതിൻ്റെ വിങ്സ് പോലെ തോന്നിപ്പിക്കുന്നു. ദാറ്റ് മീൻസ് ദ ഫെതേഴ്സ് വെയർ അൺഈവൻ ആൻഡ് റഫ്. ഓക്കെ, ദ ഫെതേഴ്സ് ആർ റഫ് ആൻഡ് അൺഈവൻ ബട്ട് സ്റ്റിൽ എ സൈൻ ഓഫ് റിക്കവറി. എന്താണ്? ഫെതേഴ്സ് വരാനായിട്ട് തുടങ്ങി, അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആയി തുടങ്ങി. അപ്പോൾ അതൊരു റിക്കവറിയുടെ സൈനായിട്ട് തോന്നി. വൺ മോർണിംഗ് എലിസൻഡ വാസ് കട്ടിങ് സം ബഞ്ചസ് ഓഫ് ഒനിയൻസ് ഫോർ ലഞ്ച്. ഒരു ദിവസം രാവിലെ എലിസൻഡ ലഞ്ച് പ്രിപ്പയർ ചെയ്യായിരുന്നു, ഒനിയൻസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വെൻ എ വിൻഡ് ബ്ലോ ഇൻ ടു ദ കിച്ചൺ, ആ സമയത്ത് ഒരു കാറ്റ് കിച്ചണിലേക്ക് അടിച്ചു. ദെൻ ഷീ വെൻറ്റ് ടു ദ വിൻഡോ ആൻഡ് ഫൗണ്ട് ദ ഏഞ്ചൽ ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ്. ആ വിൻഡോയിലൂടെ എലിസൻഡ കണ്ട കാഴ്ച എന്തായിരുന്നു? വളരെ അത്ഭുതകരമായൊരു കാഴ്ച എലിസൻഡ കാണുകയാണ്. ആ മനുഷ്യൻ, ആ ഏഞ്ചൽ പറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എലിസൻഡ കാണുകയാണ്. ഷീ ഫൗണ്ട് ദ ഏഞ്ചൽ ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ പറക്കാനുള്ള ആദ്യ പരിശ്രമങ്ങൾ എലിസൻഡ കാണുകയാണ്. ദീസ് were so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air. ആ ഒരു സീൻ വളരെ ക്ലംസി ആയിട്ട് എലിസൻഡയ്ക്ക് തോന്നുകയാണ്. ആ ഒരു പോയിന്റിൽ അദ്ദേഹം ചെന്ന് ആ ഷെഡ് ഇടിച്ച് തകർക്കും എന്ന് തോന്നത്തക്ക രീതിയിൽ അരോചകമായിട്ട് തോന്നുകയാണ് ആ കാഴ്ച എലിസൻഡയ്ക്ക്. എന്താണ്? അദ്ദേഹത്തിന് എയറിൽ ഒരു ഗ്രിപ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പറക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ഒരു ഗ്രിപ്പ് കിട്ടാണ്ട് അവിടെ എവിടെയും ചെന്ന് ഇടിക്കുന്ന പോലെ ഒരു ഫീലിംഗ്. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ഓൾട്ടിറ്റ്യൂഡ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പതുക്കെ പറന്നുയർന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആ മീനിങ്, ലിറ്റററി മീനിങ് ഹൈറ്റ് എന്നാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറന്നുയർന്നു എന്നാണ്. എലിസൻഡ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ് ഫോർ ഹെർസെൽഫ് ആൻഡ് ഫോർ ഹിം. അതായത് എലിസൻഡ ആശ്വാസത്തിൻ്റെ ഒരു നെടുവീർപ്പ്, ഒരു ദീർഘനിശ്വാസം വിട്ടു. ആർക്ക് വേണ്ടിയിട്ട്? തനിക്ക് വേണ്ടി മാത്രമല്ല, ആ മനുഷ്യന് വേണ്ടിയിട്ടും. അദ്ദേഹവും കുറേ നാളായിട്ട് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകട്ടെ എന്നുള്ളൊരു ആശ്വാസം നെടുവീർപ്പ്. എപ്പോഴാണ്? വെൻ ഷി വാച്ച്ഡ് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്. അവസാനത്തെ വീടിൻ്റെ മുകളിൽ കൂടി അദ്ദേഹം പറന്നു പോകുന്നത് അവർ നോക്കി നിന്നു. ഹി വാസ് ഹോൾഡിങ് ഹിംസെൽഫ് അപ്പ് ഇൻ സം വേ വിത്ത് ദ റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് എ സെനൈൽ വൾച്ചർ. എന്താണ് സെനൈൽ വൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വൾച്ചർ എന്ന് പറഞ്ഞാൽ കഴുകൻ, നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ് സെനൈൽ വൾച്ചർ? സെനൈൽ എന്ന് പറഞ്ഞാൽ ലൂസിങ് വൺ സെൻസ് ആൻഡ് മെമ്മറി ഇൻ ഓൾഡ് ഏജ്. അതാണ് സെനൈൽ എന്ന് പറയുന്നത്. അതായത് പ്രായാധിക്യം നിമിത്തം ഒരാളുടെ ദിശ തെറ്റിയുള്ള അല്ലെങ്കിൽ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥയാണ് സെനൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെനൈൽ വൾച്ചറിൻ്റെ പറക്കൽ പോലെ, കഴുകൻ്റെ പറക്കൽ പോലെ, പ്രായാധിക്യം മൂലം ദിശ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഓർമ്മ നഷ്ടപ്പെട്ട ഒരു കഴുകൻ്റെ പറക്കൽ പോലെ അൺസ്റ്റഡി ആയിട്ടുള്ള അല്ലെങ്കിൽ റിസ്കി ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ആ പറക്കൽ എന്നാണ് പറയുന്നത്. അതായത് ഹി വാസ് ഹോൾഡിങ് ഹിംസെൽഫ് അപ്പ് ഇൻ സം വേ വിത്ത് ദ റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് എ സെനൈൽ വൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അത്ര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ആയിരുന്നില്ല അത്. വളരെ റിസ്കി ആയിട്ട് ഫ്ലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചിറകിട്ട് അടിച്ച് സംഹൗ ഹി മാനേജ് ടു ഫ്ലൈ, എങ്ങനെയോ പറന്നു പോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ ആ ഏഞ്ചലിൻ്റെ പറക്കലിനെ മെറ്റഫറിക്കലി കമ്പയർഡ് വിത്ത് എ സെനൈൽ വൾച്ചർ. അതായത് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഏഞ്ചൽസ് ക്ലംസി അൺസ്റ്റഡി ഫ്ലൈറ്റ് കമ്പയറിംഗ് ടു ആൻ ഓൾഡ്
വീക്ക് വൾച്ചർ സ്ട്രഗ്ലിംഗ് ടു ഫ്ലൈ. അതായത് പറക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഓൾഡ് വൾച്ചർ പറക്കുന്നത് പോലെ, അതാണ് സെനൈൽ വൾച്ചർ എന്നുദ്ദേശിക്കുന്നതായിട്ട് മെറ്റഫറിക്കലി കമ്പയർ ചെയ്തിരിക്കുകയാണ്. അതായത് ആ മനുഷ്യൻ്റെ പറക്കൽ അത്ര സ്മൂത്ത് ആയിരുന്നില്ല. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ വെൻ ഷീ വാസ് ത്രൂ കട്ടിങ് ദ ഒനിയൻസ് കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അവൾ ആ മനുഷ്യനെ നോക്കിക്കൊണ്ടേയിരുന്നു. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അൺടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം. ആ മനുഷ്യൻ കാണാമറയത്തെത്തും വരെ, അതായത് ഇനി കാണാൻ കഴിയാത്ത ദൂരത്തിലെത്തുന്നത് വരെ ആ മനുഷ്യനെ എലിസണ്ട നോക്കിക്കൊണ്ടേയിരുന്നു. ഹി വാസ് നോ ലോങ്ങർ ആൻ അനോയൻസ് ഇൻ ഹെർ ലൈഫ്. അവളുടെ ലൈഫിൽ ആ മനുഷ്യൻ ഇനിയൊരു ശല്യമല്ല. ബട്ട് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറൈസൺ ഓഫ് ദ സീ. അതായത് ആ കടലിൻ്റെ ചക്രവാളത്തിൽ ഒരു ഇമാജിനറി ഡോട്ട്, അതായത് ഒരു ജസ്റ്റ് ഒരു ഇമാജിനേഷൻ മാത്രമാണ് ഇനി ആ മനുഷ്യൻ, അവരുടെ ലൈഫിൽ ആ മനുഷ്യനില്ല. ഇനി അദ്ദേഹം അവരുടെ ജീവിതത്തിൽ ഒരു ശല്യമായിട്ട് ഇനിയില്ല. ഈ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അറ്റംപ്റ്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തീർച്ചയായും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കൂ. നിങ്ങളുടെ ഓരോ അഭിപ്രായവും കുറച്ചുകൂടി ബെറ്റർ കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിക്കും. പഠിച്ച് മുന്നേറൂ. വീണ്ടും കാണാം. അതുവരെ സുഖമായിരിക്കും. And that's a wrap, dear friends. I hope you enjoyed this journey as much I did. If this video brought a smile to your face or helped you learn something new, don't forget to show your love, like, share, and drop your thoughts in the comments below. Your feedback means the world to me and helps make every session better than the last. Until next time, keep learning, keep growing, and stay awesome.